നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കണ്ണൂരിൽ ഡിവൈഎഫ്ഐ മാർച്ചിൽ സംഘർഷം, നിരവധി പേർക്ക് പരിക്ക്. പ്രവർത്തകരെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിച്ചെന്ന് ആരോപണം. സിപിഎം നേതാക്കൾ ടൗൺ സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. വിദ്യാർത്ഥികളെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി. തളിപ്പറമ്പ് കോരൻ പീടികയിൽ കാറും ബസ്സും കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. 2 പേർക്ക് ഗുരുതര പരിക്ക്. മരിച്ചത് കാർ യാത്രക്കാരായ ബന്ധുക്കൾ. അഴീക്കലിൽ മത്സ്യത്തൊഴിലാളിയെ കടലിൽ വീണ് കാണാതായി. സിറ്റി ചാനലിന്റെ OFC കേബിളുകൾ മുറിച്ചുമാറ്റി. കക്കാട് ഭാഗങ്ങളിൽ സംപ്രേഷണം തടസ്സപ്പെട്ടു. 1.5 ലക്ഷം രൂപയുടെ നഷ്ടം. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മീഡിയ ആൻഡ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. അശാസ്ത്രീയമായി നിർമ്മിച്ച മതിലുകൾ ഭീഷണിയാകുന്നു. എളയാവൂർ നോർത്തിൽ പാർപ്പിട സമുച്ചയത്തിന്റെ കൂറ്റൻ മതിൽ തകർന്നു. ആളപായമില്ല. വൈദ്യുതി പോസ്റ്റ് തകർന്നു. വിശദമായ വാർത്തകളിലേക്ക്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ഗ്രനേഡും ജലപീരങ്കിയും പ്രയോഗിച്ചു. കലേറിലും ലാത്തിചാർജിലും നിരവധി പേർക്ക് പരിക്കേറ്റു. SFI പ്രവർത്തകരെ പോലീസ് തല്ലിച്ചതച്ചതിൽ പ്രതിഷേധിച്ചാണ് DE ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. പാഠപുസ്തകം വൈകുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം SFI നടത്തിയ മാർച്ചിൽ വലിയ സംഘർഷങ്ങളുണ്ടായിരുന്നു. വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചതിലും പാഠപുസ്തക വിതരണം വൈകുന്നതിലും പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തിയത്. ഉദ്ഘാടന പ്രസംഗം നടക്കുന്നതിനിടയിലാണ് സംഘർഷം ഉടലെടുത്തത്. പോലീസുകാരുമായുണ്ടായ വാക്കേറ്റത്തിനൊടുവിൽ കല്ലേറുണ്ടായി. ലാത്തിചാർജിൽ പിന്തിരിഞ്ഞോടിയ പ്രവർത്തകർ പല ഭാഗങ്ങളിൽ നിന്നായി സംഘടിച്ച് പ്രകടനമായി വന്നു. പോലീസ് നിരവധി തവണ ഗ്രനേഡുകൾ പ്രയോഗിക്കുന്ന സ്ഥിതിയുമുണ്ടായി. ലാത്തിചാർജിൽ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ബിനോയ് കുര്യൻ, ജില്ലാ പഞ്ചായത്ത് അംഗം PK ശബരീഷ് കുമാർ, KK നാരായണൻ MLAയുടെ മകനും ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗവുമായ T സുനീഷ്, രാഹുൽ തുടങ്ങി 20ഓളം പ്രവർത്തകർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. പോലീസുകാർക്കും മാധ്യമ പ്രവർത്തകർക്കും പരിക്കേറ്റു. 1 മണിക്കൂറോളം നീണ്ടുനിന്ന സംഘർഷാവസ്ഥയെ തുടർന്ന് നഗരം യുദ്ധസമാനമായ അന്തരീക്ഷത്തിലായിരുന്നു. അതിനിടെ പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കാണാൻ നിരവധി പേർ നേരത്തെ തന്നെ സമീപത്തെ കടകളിൽ തമ്പടിച്ചിരുന്നത് ഏറെ നേരം നഗരത്തിൽ ഗതാഗത തടസ്സമുണ്ടാക്കി. 15ഓളം പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത വിദ്യാർത്ഥികളെ സ്റ്റേഷനിൽ മർദ്ദിച്ചുവെന്നാരോപിച്ച് CPIM DYFI നേതാക്കൾ ടൗൺ സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. MV ജയരാജൻ സ്റ്റേഷന്റെ ഗേറ്റ് തുറന്ന് അകത്ത് കയറി. വിദ്യാർത്ഥികളെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ പോലീസിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന ആഭ്യന്തരമന്ത്രിയുടെ ഉറപ്പിന്മേലാണ് സമരക്കാർ പിരിഞ്ഞുപോയത്. അറസ്റ്റിലായ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ സന്ദർശിക്കാൻ KP സഹദേവന്റെ നേതൃത്വത്തിൽ നേതാക്കളെത്തി. ടൗൺ സ്റ്റേഷനിൽ പ്രവർത്തകരുമായി സംസാരിക്കുന്നതിനിടയിലാണ് SFI സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അഫ്സലിനെയും കേന്ദ്ര കമ്മിറ്റി അംഗം ഷാജറിനെയും പോലീസ് സ്റ്റേഷനിൽ വച്ച് അറസ്റ്റ് ചെയ്തത്. ഇത് നേതാക്കളും പോലീസും തമ്മിൽ വാക്കേറ്റത്തിനിടയാക്കി. മുഹമ്മദ് അഫ്സലിനെ മർദ്ദിച്ചെന്നാരോപിച്ച് നേതാക്കളായ KP സഹദേവൻ, M സുരേന്ദ്രൻ, V ശിവദാസൻ, OV നാരായണൻ, KP സുധാകരൻ, M ഷാജർ എന്നിവർ സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്നു. സമരവിവരമറിഞ്ഞ് സ്റ്റേഷനിലെത്തിയ MV ജയരാജനെ ഗേറ്റിന് മുന്നിൽ തടഞ്ഞത് വീണ്ടും സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ഗേറ്റ് തള്ളി തുറന്ന് അകത്തു കടന്ന MV ജയരാജൻ പോലീസുകാരുമായി ചർച്ച നടത്തി. SP PN ഉണ്ണിരാജനും ടൗൺ സ്റ്റേഷനിലെത്തി. ആഭ്യന്തരമന്ത്രിയുമായി ഫോണിലൂടെ ചർച്ച നടത്തിയതിനെ തുടർന്ന് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം നടപടി സ്വീകരിക്കാമെന്ന ഉറപ്പിന്മേലാണ് നേതാക്കൾ കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിച്ചത്. തളിപ്പറമ്പ് കോരൻ പീടികയിൽ കാറും ബസ്സും കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. 2 പേർക്ക് ഗുരുതര പരിക്ക്. കാർ യാത്രക്കാരായ കുപ്പത്തെ മറിയം, ആമിന, ലത്തീഫ് എന്നിവരാണ് മരിച്ചത്. 3:30ഓടെയാണ് അപകടം നടന്നത്. വൈകിട്ട് 3:30ഓടെയാണ് കോരൻ പീടികയ്ക്കു സമീപം കാറും ബസും കൂട്ടിയിടിച്ചത്. കാറിലുണ്ടായിരുന്ന ആമിന, ലത്തീഫ്, മറിയം എന്നിവർ സംഭവസ്ഥലത്തു തന്നെ മരിച്ചു. അബ്ദുറഹിമാൻ, കുഞ്ഞാമിന എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. മാട്ടൂലിൽ ബന്ധുവീട്ടിൽ സന്ദർശനം നടത്തി മടങ്ങി വരികയായിരുന്ന കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. കാസർഗോഡേക്ക് പോകുന്ന ഷമൽ ബസ്സാണ് കാറുമായി കൂട്ടിയിടിച്ചത്. മറ്റൊരു ബസ്സിനെ അമിത വേഗത്തിൽ മറികടക്കുന്നതിനിടെയാണ് അപകടം. മൃതദേഹങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അഴീക്കലിൽ നിന്നും മത്സ്യബന്ധനത്തിനായി പോയ മത്സ്യത്തൊഴിലാളിയെ കടലിൽ കാണാതായി. അഴീക്കൽ ചാൽ സ്വദേശി ബാബുവിനെയാണ് ഉച്ചയോടെ കാണാതായത്. മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റൽ പോലീസും തിരച്ചിൽ നടത്തി.
അഴീക്കൽ ഹാർബറിലെ അനുഗ്രഹ വള്ളത്തിലെ മത്സ്യത്തൊഴിലാളിയായ ബാബുവിനെയാണ് 2:30 കാണാതായത്. പയ്യാമ്പലത്തു നിന്നും പടിഞ്ഞാറ് 10 നോട്ടിക്കൽ മൈൽ അകലെ വലയിറക്കുന്നതിനിടെയാണ് ബാബു ഒഴുക്കിൽപ്പെട്ടത്. കടൽ പ്രക്ഷുബ്ധമായതിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ടായിരുന്നു. ഈ മാസം 15 ട്രോളിംഗ് അവസാനിക്കാനിരിക്കെ ചെറുതോണികൾ മാത്രമാണ് മത്സ്യബന്ധനം നടത്തുന്നത്. അതേസമയം കോസ്റ്റൽ പോലീസിന് സ്വന്തമായി ബോട്ടില്ലാത്തതും അടിയന്തര ഘട്ടങ്ങളിൽ സഹായം ലഭ്യമാക്കാത്തതും രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നുണ്ട്. അഴീക്കൽ ചാലിലെ ഭാർഗവന്റെ മകനാണ് 35-കാരനായ ബാബു. കണ്ണൂർ സിറ്റി ചാനലിന്റെ OFC കേബിളുകൾ മുറിച്ചു മാറ്റി. മണിക്കൂറുകളോളം ചാനൽ സംപ്രേഷണം തടസ്സപ്പെട്ടു. കക്കാട് രഘുവീർ രാമന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് വിഷൻ കേബിൾ TV നെറ്റ്വർക്കിന്റെ കേബിളാണ് ഇന്നലെ രാത്രി മുറിച്ചു മാറ്റിയത്. 1.5 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കും. സിറ്റി ചാനലിന്റെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് സാമൂഹ്യ വിരുദ്ധർ മുറിച്ചത്. രഘുവീർ രാമന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് വിഷൻ കേബിൾ TV നെറ്റ്വർക്കിന്റെ കേബിളുകളാണ് നശിപ്പിച്ചത്. കക്കാട് അശോക കമ്പനി, ചേനോളി ജംഗ്ഷൻ, ധനലക്ഷ്മി ആശുപത്രി പരിസരം എന്നിവിടങ്ങളിലാണ് കേബിളുകൾ മുറിച്ചത്. ഇതോടെ കക്കാട്, താണ, എടച്ചൊവ്വ, സ്പിന്നിംഗ് മിൽ, കണ്ണോത്തുംചാൽ എന്നിവിടങ്ങളിൽ ചാനലിന്റെ സംപ്രേഷണം തടസ്സപ്പെട്ടു. ഇന്നലെ ഏകദേശം ഒരു 11 മണിയോടുകൂടി സിറ്റി ചാനലിന്റെ താണ ഭാഗങ്ങളിലേക്ക് വരുന്ന കേബിളുകൾ വ്യാപകമായി നശിപ്പിച്ചതായി കാണുന്നുണ്ട്. അശോക ഹോസ്പിറ്റൽ മുതൽ താണ ജംഗ്ഷൻ വരെയുള്ള ഓപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിൽ വ്യാപകമായി സിറ്റി ചാനലിൻ്റെ കേബിളുകൾ ഇന്നലെ രാത്രി മുറിക്കപ്പെടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ സിറ്റി ചാനലിൻ്റെ പ്രേക്ഷകർക്ക് ഇന്നലെ ഈ സമയം വരെയായിട്ട് ഉച്ചവരെയായിട്ട് കേബിൾ സംപ്രേഷണം തടസ്സപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല, സിറ്റി ചാനലിൻ്റെ ഉയർച്ചയിൽ വെറിവുകൊണ്ട ചില സാമൂഹ്യ ദ്രോഹികളാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിനു മുമ്പും സിറ്റി ചാനലിന്റെ കേബിളുകൾ സാമൂഹ്യ വിരുദ്ധർ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ഇന്നലെ നടന്ന സംഭവത്തിൽ 1.5 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ടൗൺ സ്റ്റേഷനിൽ പരാതി നൽകി. കേബിൾ മുറിച്ചു മാറ്റിയവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് MCOയെ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. എളിയാവൂർ നോർത്തിൽ പാർപ്പിട സമുച്ചയത്തിന്റെ കൂറ്റൻ മതിൽ തകർന്നു വീണു. ആളപായമില്ല. സമീപത്തെ വൈദ്യുതി പോസ്റ്റ് തകർന്നു. അശാസ്ത്രീയമായ നിർമ്മാണമാണ് മതിൽ തകരാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. എളിയാവൂർ നോർത്ത്, വലിയന്നൂർ, മീത്തലെ കുന്നുംബ്രം അതിർത്തി റോഡിലെ ശ്രീരോഷ് പാർപ്പിട സമുച്ചയത്തിന്റെ കൂറ്റൻ മതിലാണ് ഉച്ചയോടെ തകർന്നു വീണത്. 25 മീറ്റർ നീളവും 7 മീറ്റർ ഉയരവുമുള്ള ചെങ്കൽ മതിലാണ് തകർന്നത്. ഈ സമയം യാത്രക്കാർ ഇല്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. കഴിഞ്ഞ തവണയും ഇവിടെ മതിൽ തകർന്നിരുന്നു. അശാസ്ത്രീയമായ നിർമ്മാണമാണ് മതിൽ തകരാൻ കാരണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ജ്യോതിലക്ഷ്മി പറഞ്ഞു. ഇതേ സമയത്ത് ഇതിനോട് തൊട്ടിച്ചെളിഞ്ഞുള്ള മതിലാണ് വീണത്. ആ സമയത്ത് ഇവർ ഈ രീതിയിൽ ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ വീണ ചുമരും കൂടി ആ രീതിയിൽ അങ്ങോളം കെട്ടണം എന്നുള്ള കാര്യം പറഞ്ഞതാണ്. ആ സമയത്ത് ഭാരിച്ച ചെലവ് വരുന്നു പറഞ്ഞിട്ടാണ് പകുതി വരെ ചെയ്തിട്ടുള്ളത്. മതിലിന് തൊട്ടുമുന്നിലായി നിരവധി വിദ്യാർത്ഥികൾ ട്യൂഷനായി എത്തുന്ന വീടുണ്ട്. എന്നാൽ ഉച്ചസമയമായതിനാൽ ഇവിടെ കുട്ടികളില്ലായിരുന്നു. സമീപത്തെ വൈദ്യുത തൂൺ തകർന്നിട്ടുണ്ട്. ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി. മണ്ണും കല്ലും വീണ് ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. പൊക്രെയിൻ ഉപയോഗിച്ച് നാട്ടുകാരുടെ സഹായത്തോടെ മണ്ണ് മാറ്റൽ പ്രവൃത്തി നടന്നു. വൈദ്യുത പോസ്റ്റ് തകർന്നതിനാൽ സിറ്റി ചാനലിന്റെ കേബിളിനും നാശനഷ്ടം സംഭവിച്ചു. ഇനി ഒരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Diamonds from Bima. കണ്ണൂരിൽ DYFI മാർച്ചിൽ സംഘർഷം. നിരവധി പേർക്ക് പരിക്ക്. പ്രവർത്തകരെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിച്ചെന്ന് ആരോപണം. CPM നേതാക്കൾ ടൗൺ സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. വിദ്യാർത്ഥികളെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി. തളിപ്പറമ്പ് കോരൻപീടികയിൽ കാറും ബസ്സും കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. 2 പേർക്ക് ഗുരുതര പരിക്ക്. മരിച്ചത് കാർ യാത്രക്കാരായ ബന്ധുക്കൾ. അഴീക്കലിൽ മത്സ്യത്തൊഴിലാളിയെ കടലിൽ വീണ് കാണാതായി. സിറ്റി ചാനലിന്റെ OFC കേബിളുകൾ മുറിച്ചുമാറ്റി. കക്കാട് ഭാഗങ്ങളിൽ സംപ്രേഷണം തടസ്സപ്പെട്ടു. 1.5 ലക്ഷം രൂപയുടെ നഷ്ടം. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മീഡിയ ആൻഡ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. അശാസ്ത്രീയമായി നിർമ്മിച്ച മതിലുകൾ ഭീഷണിയാകുന്നു. എളിയാവൂർ നോർത്തിൽ പാർപ്പിട സമുച്ചയത്തിന്റെ കൂറ്റൻ മതിൽ തകർന്നു. ആളപായമില്ല. വൈദ്യുതി പോസ്റ്റ് തകർന്നു. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Diamonds from Bima. കൊയിലി ഹാർട്ട് സെന്റർ, കൊയിലി ഹോസ്പിറ്റൽ, കണ്ണൂർ. Besto Bags, Indica Plaza, Rajiv Gandhi Road, Kannur. Gemino International Jewelers, Kerala, Tamil Nadu, Maharashtra, UAE, Kuwait. Bag and Bank, Wholesale and Retail, Rajiv Gandhi Road near Chespol Corner, Kannur. ഉന്നത വിജയത്തിന് ഇനി ആശങ്കകളില്ല. നളന്ദ കോളേജ് ഏച്ചൂർ. 10 മുതൽ 50% വരെ വിലക്കുറവിൽ ഇപ്പൊ വാങ്ങിയ ഇരട്ടി വാങ്ങാം. Honest Bill Mart, a smart selection. VKX Complex, NH Road, Chuva, Kannur.
വാർത്തകൾ തുടരുന്നു. കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്ലാസ്റ്റിക് മുക്ത പഞ്ചായത്താവാൻ ഒരുങ്ങുന്നു. 40 മൈക്രോണിന് താഴെയുള്ള പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഉപയോഗം തടയുകയാണ് ഗ്രാമപഞ്ചായത്തിന്റെ ലക്ഷ്യം. പദ്ധതി അടുത്ത മാസം ആരംഭിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുജാത സിറ്റി ന്യൂസിനോട് പറഞ്ഞു. പ്ലാസ്റ്റിക് ക്യാരി ബാഗിനോട് വിട പറയൂ, പരിസ്ഥിതി സൗഹൃദ ബാഗുകൾ ശീലമാക്കൂ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പഞ്ചായത്ത് നടപടികൾ ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് ക്യാരി ബാഗ് വിരുദ്ധ ദിനത്തിൽ പഞ്ചായത്ത് യോഗം ചേർന്നു. ജനപ്രതിനിധികൾ, വ്യാപാരികൾ, കുടുംബശ്രീ, ആശാ വർക്കർമാർ തുടങ്ങിയ മേഖലയിലെ ആളുകൾ പങ്കെടുത്തു. പ്ലാസ്റ്റിക് ബാഗുകളെ ഒഴിവാക്കാൻ എല്ലാവരുടെയും സഹകരണം ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സി സുജാത പറഞ്ഞു. ആശാ വർക്കർമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സ്ഥാപന മേധാവികൾ ഇവരുടെ എല്ലാം സംയുക്ത യോഗം 500 അല്ലെങ്കിൽ 400ഓളം ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള വിപുലമായ യോഗം അന്ന് വിളിച്ചു ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ 13-ാം തീയതി വീണ്ടും ഒരു മീറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബാഗുകൾ പൂർണ്ണമായും നിരോധിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കടകൾ, മീൻ വിൽപ്പന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നാണ് ക്യാരി ബാഗുകൾ കൂടുതലായും ഉപയോഗത്തിന് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഉത്ഭവം ഇല്ലാതാക്കുകയാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യം. ആരോഗ്യവകുപ്പിന്റെ ശക്തമായ നിർദ്ദേശങ്ങളും പദ്ധതികൾക്ക് കരുത്തേകും. ഇതിനു മുമ്പും പഞ്ചായത്തിൽ ഇത്തരത്തിലൊരു പദ്ധതിക്ക് തുടക്കമിട്ടിരുന്നുവെങ്കിലും പാതിയിൽ ഉപേക്ഷിച്ചു. ഇതിന്റെ പുനരാരംഭമെന്നോണമാണ് അടുത്ത മാസം പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ ഉപഭോഗം നിർത്തണമെന്ന പ്രഖ്യാപനം നടത്തുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. പഴയങ്ങാടി വെങ്ങരയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഓട്ടോറിക്ഷ തകർത്തു. മാടായി സർവീസ് സഹകരണ ബാങ്കിന് സമീപം VKV അനീഷിന്റെ ഓട്ടോയാണ് പുലർച്ചെ തകർത്തത്. അക്രമത്തിന് പിന്നിൽ സാമൂഹ്യ വിരുദ്ധരാണെന്ന് കരുതുന്നു. ചാല നടാൽ ബൈപ്പാസിൽ കണ്ടെയ്നർ ലോറികൾ നിർത്തിയിടുന്നത് അപകട ഭീഷണിയാകുന്നു. വീതി കുറഞ്ഞ റോഡരികിൽ കണ്ടെയ്നറുകൾ കൂടി നിർത്തിയിടുന്നത് കാൽനടയാത്ര പോലും ദുഷ്കരമാക്കുകയാണ്. അപകടങ്ങൾ പതിവായ ഭാഗത്താണ് ഈ കൂനിൽമേൽക്കുരു ഉള്ളത്. ചാല നടാൽ ബൈപ്പാസിൽ റോഡിനിരുവശവും കണ്ടെയ്നർ ലോറികൾ നിർത്തിയിടുന്നത് പതിവ് കാഴ്ചയാണ്. സമീപത്തെ കാർ ഷോറൂമിലേക്കും മറ്റ് സ്ഥാപനങ്ങളിലേക്കുമായി കൊണ്ടുവരുന്ന സാധനങ്ങളാണ് ഇത്തരം ലോറികളിലുള്ളത്. റോഡിനിരുവശങ്ങളിലും വീതി വളരെ കുറവാണ്. വീതിയുള്ള ഇടങ്ങളിൽ മാലിന്യ നിക്ഷേപവുമുണ്ട്. ചാല മുതൽ നടാൽ ഗേറ്റ് വരെ അപകടം ക്ഷണിച്ചു വരുത്തുന്ന രീതിയിലാണ് കണ്ടെയ്നറുകൾ ഉള്ളത്. എന്നാൽ അധികൃതർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ട്രാഫിക് സംവിധാനം പ്രത്യേകിച്ചിട്ട് ഇല്ലാത്തൊരു സ്ഥലമാണ്. പിന്നെ വീതി ശരിയായ വീതി ഇവിടെ ഇല്ല. പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഈ വീതി കുറഞ്ഞത് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കണ്ടെയ്നർ വരുന്നതുകൊണ്ട്. പിന്നെ അതുകൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു താല്പര്യം ബന്ധപ്പെട്ടവർ കാണിക്കണമെന്ന് ആണ് നമ്മളെ അഭിപ്രായം. പിന്നെ റോഡിൻ്റെ ഇരുവശത്ത് കാട് നിറഞ്ഞിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ ഇത് നിർത്തിയിട്ടാകുമ്പോൾ സൈഡ് കൊടുക്കാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബൈക്കുകാർ, ഓട്ടോറിക്ഷക്കാർ കൂടുതലായിട്ട് ആക്സിഡൻറ്റ് നടക്കുന്നുണ്ട്. അത് നിരന്തരം ഇത് തന്നെയാണ് ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നതാ. രാത്രി ഉണ്ടോ അവിടെ ഒരു ഇതുണ്ട്, എന്തെന്ന് ഈ വണ്ടി ഇറക്കുന്നത്. അപകടങ്ങൾ പതിവായ ഒരു മേഖലയാണ് ബൈപ്പാസ് റോഡ്. സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലും ഇവിടെയുണ്ട്. റോഡിനിരുവശവും കൂറ്റൻ വള്ളികൾ പടർന്നതിനാൽ എതിരെ നിന്നുവരുന്ന വാഹനങ്ങൾ വളരെ അടുത്തെത്തിയാൽ മാത്രമേ കാണുകയുള്ളൂ എന്ന് ഡ്രൈവർമാർ പറഞ്ഞു. ബൈപ്പാസിൽ ഈരാണിപ്പാലത്തിന് സമീപം നിരവധി അപകടങ്ങൾ നടന്നിട്ടുണ്ട്. അന്ന് നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീടൊന്നും ഉണ്ടായില്ല. ബസ്സുകളുടെ അമിത വേഗവും റോഡിനിരുവശങ്ങളിലെ അനധികൃത പാർക്കിംഗുമായതോടെ കാൽനട യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടിലായി. രാത്രികാലങ്ങളിൽ ഇത്തരം പാർക്കിംഗുകൾ ക്ഷണിച്ചു വരുത്തുന്ന അപകടം ചില്ലറയല്ല. ദുരിതങ്ങളിൽ നിന്നും മുക്തരാവുന്ന ചാലക്കാർക്ക് ഇനിയൊരു അപകട വാർത്ത കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ. തോട്ടട അഭയനികേതനിൽ പുരുഷ അന്തേവാസികൾക്കായി കെട്ടിടം നിർമ്മിക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ട 20ഓളം അന്തേവാസികളാണ് അഭയനികേതനിലുള്ളത്. 71 ലക്ഷം രൂപ ചെലവിൽ അഡ്കോയുടെ സഹകരണത്തോടെയാണ് കെട്ടിടം പണിയുന്നത്. 18 ഏക്കർ വിസ്തൃതിയുള്ള സ്ഥലത്ത് 12 സെന്റിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. കെട്ടിടത്തിൽ 8 മുറികൾ ഉണ്ടാകും. ഇതിനായി 65 ലക്ഷം രൂപ അഡ്കോയും 6 ലക്ഷം രൂപ അഭയനികേതനുമാണ് ചെലവഴിക്കുക. ഇപ്പോൾ 12 സ്ത്രീകളും 8 പുരുഷന്മാരും അഭയനികേതനിൽ അന്തേവാസികളായുണ്ട്. ഇതിൽ പുരുഷന്മാരെ താമസിപ്പിക്കുന്നതിനായാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതെന്ന് അഭയനികേതൻ മാനേജർ MK കരുണാകരൻ പറഞ്ഞു. വേണമെങ്കിൽ അത് 2-3 നില എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞത്. അതിനനുസരിച്ചുള്ള ഫൗണ്ടേഷൻ ആയിരിക്കും. ഇത് നൈറ്റ് ഷെൽട്ടറാണ്. പുരുഷന്മാർക്ക് മാത്രം. ആ നൈറ്റ് ഷെൽട്ടർ വരുന്ന അവരുദ്ദേശിക്കുന്നത് ടൗണിലെല്ലാം ഉള്ളവരുണ്ടാവുമല്ലോ. അലഞ്ഞു തിരിയുന്നവരാകണമെന്നില്ല. വീടൊന്നും ഇല്ലാതെ പീഡിയക്കൊല എല്ലാം കിടക്കുന്നവരിലുണ്ട്. അവർ പോലീസുകാർ കൊണ്ടുവരും. 1960 കണ്ണൂർ ജില്ലയെ യാചക നിരോധന ജില്ലയായി പ്രഖ്യാപിച്ചപ്പോൾ
ഇവരെ പാർപ്പിക്കുന്നതിനായി കലക്ടർ ചെയർമാനും കണ്ണൂർ തലശ്ശേരി നഗരസഭാ അധ്യക്ഷന്മാർ ഉപാധ്യക്ഷന്മാരുമായ സമിതി രൂപീകരിച്ചു. ഭരണ ചുമതല 2 നഗരസഭകളെയും ഏൽപ്പിക്കുകയായിരുന്നു. 30 പേരെ താമസിപ്പിക്കാനുള്ള സൗകര്യമാണ് ഇവിടെയുള്ളത്. തുടക്കത്തിൽ യാചകർ മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവരാണ് തങ്ങളുടെ വാർദ്ധക്യം ഇവിടെ തള്ളി നീക്കുന്നത്. തൊട്ടടുത്ത് സമാജ്വാദി കോളനിക്ക് വേണ്ടി ശൗചാലയം നിർമ്മിക്കാൻ 15 സെന്റ് ഭൂമി വിട്ടു നൽകിയിട്ടുണ്ട്. അടുത്ത വർഷം ജനുവരിയോടെ പുതിയ കെട്ടിടം തുറന്നുകൊടുക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ചിന്മയ മിഷൻ സ്ഥാപകൻ സ്വാമി ചിന്മയാനന്ദന്റെ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായുള്ള ചിന്മയ ജ്യോതി യാത്ര കണ്ണൂരിലെത്തി. ചാല ചിന്മയ എഡ്യൂക്കേഷൻ ക്യാമ്പസിൽ സ്വീകരണം നൽകി. ചിന്മയ ജ്യോതി വഹിച്ചുള്ള സന്ദേശവാഹിനിയിൽ സ്വാമി ചിന്മയാനന്ദന്റെ ജീവചരിത്രത്തിന്റെ ദൃശ്യാവിഷ്കാരം ഒരുക്കിയിട്ടുണ്ട്. വ്യാഴം വെള്ളി ദിനങ്ങളിൽ ചാലയിലും ശനിയാഴ്ച തളാപ്പിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലും പ്രദർശനമുണ്ടാവും. ഇതിന്റെ ഭാഗമായി ശനിയാഴ്ച തളാപ്പ് നവനീതം ഓഡിറ്റോറിയത്തിൽ പൊതുസമ്മേളനം നടക്കും. രാഷ്ട്രീയ മത സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കും. സ്വീകരണ സമ്മേളനത്തിൽ സ്വാമിനി അപൂർവാനന്ദ സരസ്വതി, കെ രാജൻ, മഹേഷ് ചന്ദ്ര ബാലിക, വിനീഷ് രാജഗോപാൽ, ശ്രീനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. പയ്യന്നൂർ ആസ്ഥാനമായ സാരഥി അക്കാദമി ഫൗണ്ടേഷൻ ഓഫ് എക്സലൻസ് ശിവാസ് എന്ന പേരിൽ പട്ടുവത്ത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുന്നു. ശിലാസ്ഥാപനം ഞായറാഴ്ച മന്ത്രി കെ പി മോഹനൻ നിർവഹിക്കും. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമുള്ള കോഴ്സുകൾ ഈ വർഷം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തോടു കൂടിയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ സ്ഥാപനത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം ഈ ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. ധനലക്ഷ്മി ബാങ്ക് സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ബെഫിയുടെ ആഭിമുഖ്യത്തിൽ ധനലക്ഷ്മി കണ്ണൂർ ശാഖയ്ക്ക് മുന്നിൽ ഉപവാസ സമരം നടത്തി. CIT സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. 38 വർഷമായി സർവീസിലുള്ള സീനിയർ മാനേജറും ധനലക്ഷ്മി ബാങ്ക് ഓഫീസേഴ്സ് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറിയുമായ PV മോഹനനെ തൃശൂർ റീജിയണൽ ഓഫീസിൽ നിന്നും പുറത്താക്കിയതിനെതിരെയാണ് ജൂൺ 12 മുതൽ ജീവനക്കാർ സമരം നടത്തുന്നത്. ശമ്പളത്തിനും ആനുകൂല്യങ്ങൾക്കും ഉപരിയായി തൊഴിൽ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന് KP സഹദേവൻ പറഞ്ഞു. അവന് ജോലിയിൽ തുറന്ന് ജോലി ചെയ്യാൻ അവകാശമുണ്ടായിരിക്കണം. അതിനുവേണ്ടിയായിരുന്നു തൊഴിലാളികൾ ആദ്യകാലത്ത് സംഘടന ഉണ്ടാക്കി പ്രവർത്തിച്ച് മുന്നോട്ട് വന്നത്. ബെഫി സംസ്ഥാന കമ്മിറ്റി അംഗം M ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി TR രാജൻ, ജില്ലാ പ്രസിഡന്റ് K പ്രകാശൻ, CC പ്രേംരാജ്, M അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. പുസ്തകം ലഭ്യമാവാത്തതിനാൽ സാക്ഷരതാ മിഷന്റെ +1 തുല്യതാ പഠനം നിലച്ചതായി പരാതി. സർക്കാരിന്റെ അലംഭാവമാണ് പദ്ധതി നിലയ്ക്കാൻ കാരണമെന്ന് സാക്ഷരതാ പ്രേരക് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. NCERTയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പഠന സാമഗ്രികൾ ഏപ്രിൽ മാസത്തിൽ തന്നെ പ്രകാശനം ചെയ്തിരുന്നു. എന്നാൽ ഇതുവരെയും അച്ചടിച്ച് വിതരണം ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇതിന്റെ ഭാഗമായി തുല്യതാ ക്ലാസുകൾ ജൂലൈ 1 മുതൽ നിർത്തിവെച്ച് പ്രതിഷേധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. നമ്മുടെ പഠിതാക്കൾ എന്ന് വെച്ചാൽ 10ാം തരം തുല്യതയിലൂടെ 4, 7, 10 കഴിഞ്ഞ് വിജയിച്ച ഒരു 2 ലക്ഷത്തോളം ആളുകളാണ് സാക്ഷരതാ മിഷൻ്റെ 10ാം തരം കഴിഞ്ഞിട്ടുള്ള ആളുകൾ. അവരും അതുപോലെ തന്നെ മുന്നേ +2 പ്രീ ഡിഗ്രി ഒക്കെ പഠിച്ച് വിജയിക്കാൻ പറ്റാത്ത 22 വയസ്സ് പൂർത്തിയായ ആളുകളുമാണ് ഈ പ്രക്രിയയിൽ രജിസ്റ്റർ ചെയ്തത്. 10 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന രജിസ്ട്രേഷൻ പ്രക്രിയയായിരുന്നു നടന്നത്. ഇന്നലെ കണ്ണൂരിൽ അറസ്റ്റിലായ ബ്രൗൺ ഷുഗർ വിൽപ്പന സംഘത്തെ കോടതി റിമാൻഡ് ചെയ്തു. പിടിയിലായവർക്ക് മുംബൈയുമായി ബന്ധമുള്ളതിനാൽ അന്വേഷണം മുംബൈയിലേക്ക് വ്യാപിപ്പിക്കും. കണ്ണൂരിൽ പിടിയിലായ കുറുവയിലെ മുഹമ്മദ് ഷാനും താളിക്കാവിലെ ജിജേഷും ചേർന്ന് മുംബൈയിൽ നിന്നാണ് ബ്രൗൺ ഷുഗർ കണ്ണൂരിൽ എത്തിക്കാറുള്ളത്. സാധാരണ 2000 പാക്കറ്റ് ബ്രൗൺ ഷുഗറാണ് ഇവർ മുംബൈയിൽ നിന്ന് ട്രെയിൻ മാർഗം കണ്ണൂരിൽ എത്തിക്കാറുള്ളത്. ഇതിൽ 1000 പാക്കറ്റ് ഷാന്റെ സുഹൃത്തായ വിദ്യാർത്ഥി വഴി മംഗളൂരുവിലെ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾക്കും എത്തിച്ചു നൽകിയതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. കണ്ണൂരിലും വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ വിൽപ്പനയും നടത്തുന്നതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും വിൽപ്പന നടത്തിയ ബാക്കിയുള്ള 185 പാക്കറ്റ് ബ്രൗൺ ഷുഗറുമായാണ് ചൊവ്വാഴ്ച രാത്രി ഇവർ ഇല്ലിക്കൽ പ്ലാസയിൽ വെച്ച് പോലീസ് പിടിയിലാകുന്നത്. അവസാനമായി അറിയിപ്പുകൾ. വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികളിൽ നിന്നും രാമാചാര്യ ദേവകിയമ്മ മെമ്മോറിയൽ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. SSLC, +2, +1 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം.
ഇരുവേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ആംബുലൻസ് ഡ്രൈവറുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമനം. അഴീക്കോട് ഗ്രാമപഞ്ചായത്തിലെ ചാൽ തുടർ വിദ്യാ കേന്ദ്രത്തിൽ 10ാം തരം തുല്യതാ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ചേലോറ കൃഷിഭവനിൽ നിന്നും ചെടിമുരിങ്ങ, കറിവേപ്പില തൈകൾ ഇന്നു മുതൽ വിതരണം ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു. 2015 SSLC, CBSE +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വലിയന്നൂർ വില്ലേജിലെ സ്ഥിരതാമസക്കാരായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിൽ നിന്നും വലിയന്നൂർ സർവീസ് സഹകരണ ബാങ്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ 20-ന് 4-ന് ഹെഡ് ഓഫീസിൽ ലഭിക്കണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Diamonds from Bima. കണ്ണൂരിൽ ഡിവൈഎഫ്ഐ മാർച്ചിൽ സംഘർഷം, നിരവധി പേർക്ക് പരിക്ക്. പ്രവർത്തകരെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിച്ചെന്ന് ആരോപണം. CPM നേതാക്കൾ ടൗൺ സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. വിദ്യാർത്ഥികളെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി. തളിപ്പറമ്പ് കോരൻ പീടികയിൽ കാറും ബസ്സും കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. 2 പേർക്ക് ഗുരുതര പരിക്ക്. മരിച്ചത് കാർ യാത്രക്കാരായ ബന്ധുക്കൾ. അഴീക്കലിൽ മത്സ്യത്തൊഴിലാളിയെ കടലിൽ വീണ് കാണാതായി. സിറ്റി ചാനലിന്റെ OFC കേബിളുകൾ മുറിച്ചുമാറ്റി. കക്കാട് ഭാഗങ്ങളിൽ സംപ്രേഷണം തടസ്സപ്പെട്ടു. 1.5 ലക്ഷം രൂപയുടെ നഷ്ടം. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മീഡിയ ആൻഡ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. അശാസ്ത്രീയമായി നിർമ്മിച്ച മതിലുകൾ ഭീഷണിയാകുന്നു. എളയാവൂർ നോർത്തിൽ പാർപ്പിട സമുച്ചയത്തിന്റെ കൂറ്റൻ മതിൽ തകർന്നു. ആളപായമില്ല. വൈദ്യുതി പോസ്റ്റ് തകർന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.